നമ്മൾ ആ യാത്രയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു യാത്രയിൽ നമുക്കത് കൊണ്ടുപോകാനുള്ള മടി അല്ലെങ്കിൽ കൊണ്ടുപോകാൻ അത് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ അത് ചിലപ്പോൾ അത് മാറ്റി വെക്കുന്നുണ്ടാവും. ഇനി അത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് കഴിക്കേണ്ട ഒരു സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് ചിലപ്പോൾ വെള്ളം കിട്ടാത്തൊരു പ്രശ്നം. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളത് കയ്യിൽ കരുതിയിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് അത് കഴിക്കാനുള്ള വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ടുകാരെ നമ്മൾ ചിലപ്പോൾ അത് കഴിക്കാതെ മാറ്റി വെക്കുന്നുണ്ടായിരിക്കും. പിന്നെ മെയിൻ ആയിട്ട് എല്ലാവരും പറയുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ടാബ്ലറ്റിന്റെ ഒക്കെ ടേസ്റ്റ് അല്ലെ. അത് ചിലർക്കും പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, ആ ടേസ്റ്റ് എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഞാനത് കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു മാറ്റിവെക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഡോക്ടർ എഴുതി തന്നിട്ടുള്ളതാണെങ്കിൽ പോലും നമ്മളത് കഴിക്കാതെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒക്കെ അഭാവം മൂലം നമുക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്ന ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അല്ലെ. നമുക്ക് ഇതിന്റെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താന്ന് നോക്കാം. നമുക്ക് നമ്മുടെ എനർജി വളരെ ലോ ആയിട്ട് പോകുന്നുണ്ടായിരിക്കും. നമുക്ക് ഒരു ഒന്നും ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല ശരീരത്തിൽ. പെട്ടെന്ന് പെട്ടെന്ന് ഒരു അസുഖങ്ങൾ വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രീഷന്റെ അഭാവം നമുക്ക് ഉണ്ടാവുന്നത്, അതുപോലെ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൈൻഡൊക്കെ ലോ ആയി പോകും. അപ്പൊ നമുക്ക് എന്തൊരു അസുഖം ഉണ്ടെങ്കിലും നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് നമ്മുടെ ശരീരം വളരെ ഉഷാറായിട്ടുള്ള ഇരിക്കുന്ന ടൈമാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നല്ലൊരു ഹാപ്പി ഉണ്ടാവും. നമ്മളെ ഒരു ഹാപ്പിനെസ് ആയിട്ടായിരിക്കും എപ്പോഴും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു മൈൻഡ് നമുക്ക് വളരെ ലോ ആയിരിക്കും. നമുക്ക് ഒന്നിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല, നമുക്ക് ചെയ്യാനായിട്ട് ആ ഒരു മൈൻഡ് നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ന്യൂട്രീഷന്റെ അല്ലെങ്കിൽ വൈറ്റമിൻസിന്റെ ഒക്കെ അഭാവം മൂലം നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ ഈ എനർജി ലോ ആയി പോവുക എന്നതൊക്കെ ഉള്ളത്. അപ്പൊ ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നമുക്ക് ഒരു ക്യാപ്സൂൾ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അത് പലരും ഈ പറഞ്ഞ പോലെ തന്നെ കഴിക്കാൻ മടി കാണിക്കുന്നുണ്ടാവും. എന്നാൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു തലമുറ, അതായത് ന്യൂ ജനറേഷൻ ആണല്ലേ ഇപ്പോ. അപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മൾ ആ ഒരു ടാബ്ലറ്റ് രൂപത്തിൽ നിന്ന് ഒരു സ്പ്രേ രൂപത്തിലേക്ക് നമുക്ക് മാറ്റുകയാണെങ്കിൽ അത് നമുക്ക് എപ്പോഴും കയ്യിൽ കരുതാനായാലും ഉപയോഗിക്കാനായാലും ഒക്കെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ടാബ്ലറ്റ് കഴിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് അവിടെ വരുന്നില്ല. നമുക്കൊരു ടാബ്ലറ്റ് കഴിക്കാൻ പലരും ബുദ്ധിമുട്ട് പറയുന്നുണ്ടാവും. പക്ഷെ നമുക്കൊരു സ്പ്രേ രൂപത്തിലാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ടാബ്ലറ്റ് കഴിക്കേണ്ട ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പൊ ഇനി ഒരു ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിൽ അതിന്റെ ഇതെന്താ, നമ്മൾ ഒരു ടാബ്ലറ്റ് അത് കഴിച്ചാല് അത് ആമാശയത്തിലേക്ക് എത്തിയിട്ട് അത് ദഹിക്കാൻ തന്നെ ഒരു 2-3 മണിക്കൂർ വരെ എടുക്കുന്നാണ് പറയുന്നത്. അപ്പൊ അത് ആ ഒരു ദഹിച്ച് ആ ഒരു ടാബ്ലറ്റ് ദഹിച്ച് അത് നമ്മുടെ ബ്ലഡ് സെൽസിലേക്കൊക്കെ എത്തി അത് നമ്മുടെ ശരീരത്തിന്റെ മറ്റു വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴത്തേനും നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ ആ ന്യൂട്രീഷൻ നമുക്ക് ലഭിക്കണമെന്നില്ല. ന്യൂട്രീഷൻ നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ടാവും. എന്നാൽ നമ്മൾ ഒരു സ്പ്രേ രൂപത്തിലാണ് സർ നെക്സ്റ്റ് സ്ലൈഡ്. നമ്മൾ ആ ഒരു സ്പ്രേ രൂപത്തിലാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്ലഡ് സെല്ലിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് നമുക്ക് കൂടുതലാണ്. അതുപോലെ മെറ്റബോളിസം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നില്ല സ്പ്രേ രൂപത്തിലാണ് എന്നെങ്കിൽ. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നാവിന്റെ അടിയിലാണ് നമ്മൾ ഈ ഒരു സ്പ്രേ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഈ നാവിന്റെ അടിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സർ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മുടെ സലിവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഈ നാവിന്റെ അടിയിലെ ഞരമ്പുകൾ എന്നൊക്കെ പറയുന്നത് വളരെ നേർത്ത ഞരമ്പുകളാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്പ്രേ നമ്മൾ അത് നാവിന്റെ അടിയിൽ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് സലിവറൽ ഗ്ലാൻഡ് വഴി നമുക്ക് അത് നമ്മുടെ കഴുത്തിലെ ഞരമ്പുകളിലേക്കാണ് എത്തുന്നത്. ആ കഴുത്തിലെ ഞരമ്പ് വഴി നമ്മുടെ ബോഡിയിലെ മറ്റു ഭാഗങ്ങളിൽ ഞരമ്പുകളിലേക്ക് എത്താനും അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ മാത്രമല്ല 90% ന്യൂട്രീഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും, ഈ നാവിന്റെ അടിയിൽ ഡ്രഗ്സ് ഒക്കെ വെക്കുന്നത് അല്ലെ. ഇതേ ഫലം തന്നെയാണ് അതിന് കിട്ടുന്നത്. നമ്മൾ ഈ നാവിന്റെ അടിയിൽ വെക്കുമ്പോൾ അത് പെട്ടെന്ന് അബ്സോർവ് ചെയ്യാനും സാധിക്കില്ല. അത് നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ എന്താ പറയാ ഈ സർ നെക്സ്റ്റ് സ്ലൈഡ്. ഒരു 84% ആളുകൾക്കും ടാബ്ലറ്റ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അല്ലെ. നമ്മളെല്ലാവർക്കും പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, എനിക്ക് ഇപ്പൊ മെഡിസിൻ വേണ്ട, എനിക്കത് കഴിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അത് കഴിക്കാനുള്ള പല ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ട് നമ്മളത് മാറ്റിവെക്കും. എന്ന് വെച്ചാൽ 40% ആളുകൾക്ക് അത് വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് മാറ്റിവെക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ നമ്മുടെ ഈ ഒരു സ്പ്രേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. നമ്മൾ നാവിന്റെ അടിയിൽ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സലിവറി ഗ്ലാൻഡ് വഴി നമ്മുടെ കഴുത്തിലെ ഞരമ്പുകളിലേക്ക് എത്താനും അത് നമ്മുടെ ശരീരത്തിലെ മറ്റ് ഞരമ്പുകളിലേക്ക് പെട്ടെന്ന് എത്താനും അതുപോലെ 90% ന്യൂട്രീഷ്യൻസും നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ഈ മെറ്റബോളിസം എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് അത് കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്കത് പോകുന്ന യാത്രയിലാണെങ്കിലും
അല്ലെങ്കിൽ നമുക്ക് അത് കൊണ്ടുപോകാനായാലും ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. നമ്മളൊരു ടാബ്ലറ്റ് ഒക്കെ വിഴുങ്ങുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആ ഒരു സ്പ്രേ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് വരുന്നില്ല. അതുപോലെ വെള്ളത്തിന്റെ ആവശ്യമില്ല അല്ലെ, ടാബ്ലറ്റ് കഴിക്കാൻ വെള്ളം വേണം, പക്ഷെ നമ്മുടെ ഈ ഒരു സ്പ്രേ ആണെങ്കിൽ നമുക്ക് ആ വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ടേസ്റ്റ് ആണ്. നമ്മൾ മറ്റേ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടായിരിക്കും പലരും മാറ്റി വെക്കുന്നുണ്ടാവുക. എന്നാൽ നമ്മുടെ ഈ ഒരു സബ്ലിമിനൽ സ്പ്രേ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ ടേസ്റ്റ് വളരെ നല്ലൊരു ടേസ്റ്റ് ആണുള്ളത്. അപ്പൊ ഇനി അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റമിൻ ഡിയെ കുറിച്ചാണ്. ഇത് നമ്മുടെ 76% ഇന്ത്യക്കാരിലും കണ്ടുവരുന്ന പഠനങ്ങൾ പറയുന്നതാണ്. 76% ഇന്ത്യക്കാരിലും കണ്ടുവരുന്ന ഒരു കുറവാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് എന്ന് പറയുന്നത്. അല്ലെ, വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം നമുക്ക് ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കുറച്ച് പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, മുടി കൊഴിച്ചിലുണ്ടാവും നമുക്ക്. അതുപോലെ ദഹന പ്രക്രിയ നമ്മുടെ അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതുമൂലം നമുക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടാവും. അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ, കാരണം ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിലാണ് നമുക്കൊരു പ്രതിരോധ ശേഷി ഉണ്ടെങ്കിലാണ് മറ്റു അസുഖങ്ങൾ നമുക്ക് ചെറുത്തെടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ അല്ലെ. എന്നാൽ നമുക്ക് ഈ വൈറ്റമിൻ ഡിയുടെ അഭാവത്തിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവ് വരുന്നുണ്ടാവും. അതുപോലെ ജോയിന്റ് പെയിൻസ്, ഇന്ന് നമ്മുടെ ചുറ്റിലുള്ള പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, കാലിന്റെ മുട്ടുവേദന അല്ലെ, പല ജോയിന്റ്സിൽ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ടാവും. അത് നമ്മുടെ ഈ ഒരു വൈറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ജോയിന്റ് പെയിൻസുകൾ ഉണ്ടാവും. അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയി പോകുന്നതൊക്കെ ആയിട്ട് കാണാം. അതുപോലെ ബ്ലഡ് പ്രഷർ, നമ്മുടെ നോർമലിൽ നിന്ന് ബ്ലഡ് പ്രഷർ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ മൊത്തത്തിൽ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൂഡൊക്കെ ചേഞ്ച് ആവും. കാരണം നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു കാര്യം തന്നെ അതാണ്, മൈൻഡ് നമുക്ക് ശരിയാവില്ല. നമ്മുടെ മൈൻഡ് കറക്റ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് കുറെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരു ഉഷാറുണ്ടാവും. പക്ഷെ നമ്മുടെ ഈ ഒരു വൈറ്റമിൻ ഡി കുറവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് നമുക്ക് മാറുന്നുണ്ടായിരിക്കും. അതുപോലെ അമിതമായിട്ട് വെയിറ്റ് കൂടുന്നതായിട്ട് കാണുന്നുണ്ടാവും. അപ്പൊ പലരും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് ചെയ്താൽ പോലും എന്താ പറയാ, ആ വെയിറ്റ് കുറയുന്നതായിട്ട് കാണുന്നുണ്ടാവില്ല. കാരണം അതെന്തുകൊണ്ടാണ്, ചിലപ്പോൾ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമായിരിക്കും നമുക്ക് ആ ഒരു വെയിറ്റ് കൂടുന്നുണ്ടാവുക. അല്ലാതെ നമ്മൾ അമിതമായ ഭക്ഷണം കഴിച്ചത് കൊണ്ടോ മറ്റോ ആയിരിക്കില്ല നമുക്ക് ആ വെയിറ്റ് കൂടുന്നുണ്ടാവുക. അതുപോലെ തന്നെയാണ് വളരെയായിട്ട് ക്ഷീണം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കുക. ഇനി നമ്മുടെ വൈറ്റമിൻ ഡിയുടെ ഒരു പ്രാധാന്യം, അതായത് നമ്മുടെ ഇതിന്റെ പ്രധാനം എന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ വൈറ്റമിൻ ഡിയുടെ സ്പ്രേ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഫംഗ്ഷനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് ഈ വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്ന സൂര്യപ്രകാശം കൊണ്ടാൽ നമുക്ക് ലഭിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പ്രകാശം നമുക്ക് ലഭിക്കുന്നുണ്ടോ? അതിനുള്ള ടൈം പോലും നമുക്ക് കിട്ടുന്നില്ല അല്ലെ. നമ്മൾ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ജീവിത ശൈലിയിലാണ് ഇന്നത്തെ. അതുകൊണ്ട് തന്നെ പലർക്കും നമുക്ക് ആ ഒരു വെയിൽ കൊള്ളാനോ അല്ലെങ്കിൽ വേണ്ടത്ര വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ടായിരിക്കും. എന്നാൽ ഇന്നത്തെ ഒരു വെയിൽ തട്ടിയാൽ പലർക്കും ഇന്ന് പല അസുഖങ്ങൾ വരുന്നതായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ചിലപ്പോൾ വെയിൽ കൊള്ളാനുള്ള ഒരു ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് ആ ഒരു വൈറ്റമിൻ ഡി അവിടെ ലഭിക്കാതെ പോകുന്നുണ്ടായിരിക്കും. പിന്നെ കാൽസ്യത്തിന്റെയും അതുപോലെ ഫോസ്ഫറസിന്റെ ആഗിരണം എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനൊക്കെ ഈ വൈറ്റമിൻ ഡി നമുക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ വൈറ്റമിന്റെ കുറവ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോയിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കണം. അത് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വൈറ്റമിൻ ഡിയുടെ സ്പ്രേ നമ്മൾ ഉപയോഗിക്കണം. അതും ഉപയോഗിക്കുന്നത് ദിവസത്തിൽ ഒരു തവണ മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പ്രേ ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റമിൻ സിയെ കുറിച്ചിട്ടാണ്. വൈറ്റമിൻ സി അതൊരു 73% ആളുകളിലും വരുന്ന ഒരു പ്രശ്നമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഇത് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി നമുക്ക് ഓറഞ്ച്, അതുപോലെ നാരങ്ങ കഴിക്കുന്ന പോലെ, നെല്ലിക്ക കഴിക്കുന്ന മൂലമൊക്കെ ഈ വൈറ്റമിൻ സി നമുക്ക് ലഭിക്കും. പക്ഷെ ഇന്ന് നമ്മൾ എല്ലാ ദിവസവും ഈ പറഞ്ഞ ഇത് ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇത് ഉൾപ്പെടുത്താത്ത മൂലം നമുക്ക് ഈ വൈറ്റമിൻ സി നമുക്ക് ലഭിക്കാതെ പോകുന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഈ ഇമ്മ്യൂണിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി നമുക്ക് കഴിക്കണം. അപ്പൊ ഈ വൈറ്റമിൻ സിയുടെ കുറവ് മൂലം നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് നമ്മളിപ്പോ പറയുന്നത്. ദഹന പ്രക്രിയ അല്ലെ, ദഹന പ്രക്രിയ ശരിയാവില്ല. നമ്മുടെ വൈറ്റമിൻ സിയുടെ കുറവുണ്ടെങ്കിൽ നമ്മുടെ ദഹനത്തിന്റെ ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതായിട്ടും കാണാൻ സാധിക്കും. പിന്നെ ജോയിന്റ് പെയിൻസ്, വൈറ്റമിൻ ഡിയിൽ പറഞ്ഞ പോലെ തന്നെ ജോയിന്റ് പെയിൻസ് നമ്മുടെ വൈറ്റമിൻ സിയുടെ അഭാവം മൂലം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ സ്കിന്നൊക്കെ ഡ്രൈ ആയി പോവുക. അതുപോലെ ചിലരുടെ കണ്ടിട്ടുണ്ടാവും നഖമൊക്കെ ഒരു എന്താ പറയാ, എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെ നഖമൊക്കെ ഒരു വല്ലാത്ത രൂപത്തിലായത്. അതുപോലെ ഹെയർ ഒക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അത് ഈ നമ്മുടെ ഈ ഒരു വൈറ്റമിൻ സിയുടെ അഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നഖത്തിനായാലും ഹെയറിനായാലും ഒക്കെ ഡ്രൈനസ് ഫീൽ ചെയ്യുന്നത് കാണാം.
അതുപോലെ തന്നെയാണ് മൂക്കിൽ നിന്നും മോണയിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നത്, ബ്ലീഡിങ് ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ ഈ ഒരു വൈറ്റമിൻ സിയുടെ കുറവുള്ള ആളുകളിൽ കാണുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ പെട്ടെന്നൊക്കെ അസുഖങ്ങൾ വരും. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നുണ്ടാവും. ഇനി നമ്മുടെ വൈറ്റമിൻ സിയുടെ സ്പ്രേ നമ്മൾ ഉപയോഗിക്കുന്ന മൂലം നമുക്ക് ഉണ്ടാകുന്ന ഇത് മാറ്റങ്ങൾ, അത് അതിന്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ആന്റി ഓക്സിഡന്റ് ആണ്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. പിന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ അത് വന്നിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ആ വന്ന അത് സ്പോട്ടിലാവും നിൽക്കുന്നുണ്ടാവുമെങ്കിൽ പോലും നമ്മൾ വന്നത് എന്തിനാണ്, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നുണ്ട്. അത് ആ ഒരു മറവി വരുന്നത് നമ്മുടെ ഈ ഒരു വൈറ്റമിൻ സിയുടെ അഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഇങ്ങനെ പെട്ടെന്ന് ഒരു മറവി രോഗങ്ങൾ വരുന്ന പോലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പക്ഷെ നമ്മൾ ഈ ഒരു വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചത് മൂലം നമുക്ക് അങ്ങനെ വരുന്ന ആ ഒരു മറവിയെ നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതുപോലെ നമ്മുടെ ശരീരത്തില് മുറിവുകൾ ഉണ്ടെങ്കിൽ, ചിലരുടെ ശരീരം കണ്ടിട്ടുണ്ടാവും ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാനായിട്ട് കുറെ ദിവസങ്ങൾ പിടിക്കുന്നതായിട്ട് അല്ലെ. അത് ഈ വൈറ്റമിൻ സിയുടെ അഭാവം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ മുറിവുകൾ ഉണങ്ങാൻ വളരെ കാലതാമസം പിടിക്കുന്നുണ്ടോ. എന്നാൽ നമ്മുടെ ഈ ഒരു വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറിവുകളെ പെട്ടെന്ന് ഉണങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അസ്ഥികളുടെ രൂപീകരണത്തിനൊക്കെ നമ്മുടെ ഈ വൈറ്റമിൻ സി വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ അയൺ അബ്സോർബേഷൻ നടക്കണമെങ്കിൽ നമുക്ക് വൈറ്റമിൻ സി നമുക്ക് ആവശ്യമാണ്. ശരീരത്തിലെ അയണിന്റെ അബ്സോർബേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ. അതുപോലെ വിളർച്ച, നമ്മൾ കുട്ടികളിലായാലും പറയുന്നുണ്ട് അല്ലെ, വിളർച്ച വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഈ ഒരു വിളർച്ച നമുക്ക് തടയുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു വിളർച്ചയൊക്കെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ദിവസത്തിൽ 3 തവണയാണ് നമ്മൾ ഈ ഒരു സ്പ്രേ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തതായി ഞാൻ പറയുന്നത് നമ്മുടെ വൈറ്റമിൻ B12 കുറിച്ചാണ്. ഈ വൈറ്റമിൻ B12 കുറിച്ചുള്ള അഭാവം പലർക്കും അറിയുന്നില്ല, ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഒരു 47% ഇന്ത്യക്കാരിലും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൂടുതലാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അത് പെട്ടെന്ന് അത് അറിയുന്നില്ല. അതിന്റെ എങ്ങനെയാണ് ഈ അഭാവം എന്താണെന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്നുണ്ടാവും. അത് ഇതിന് ഈ B12 വൈറ്റമിൻ B12 അഭാവത്തിലൂടെ നമുക്ക് ഉണ്ടാവുന്ന, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. നമുക്ക് നടക്കാനായാലും ഇരിക്കാനായാലും ഒക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് എന്തോ അധികം നേരം നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ പറയുന്ന ആളുകളിൽ ശ്രദ്ധിക്കണം, അവർക്ക് B12 അഭാവം ചിലപ്പോൾ ഒരു പക്ഷെ അവരുടെ ശരീരത്തിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടാവുക. അതുപോലെ ഇടയ്ക്ക് വരും മൗത്ത് അൾസർ അല്ലെ, വായുടെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. ചിലർക്ക് പറയുന്നത് മൗത്ത് അൾസർ, നായുടെ ഉള്ളിൽ പൊട്ടി ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടും വേദനയും ഒക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അതും ഈ B12 ഒരു അഭാവം ഉണ്ടെങ്കിൽ ആ ഒരു നമുക്ക് പെട്ടെന്ന് മൗത്ത് അൾസർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെയാണ് നമ്മുടെ മൂഡ്, അല്ല മൊത്തത്തിൽ നമ്മൾ എല്ലാത്തിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മൂഡ് ചേഞ്ച് ആവുക. നമുക്ക് ഏതൊരു ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് വരുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ മൂഡ് ചേഞ്ച് വരുന്നത്. അതുപോലെ മറ്റൊരു ഇതാണ് ബോഡി ടെമ്പറേച്ചർ കൂടുക. നമുക്ക് സാധാരണ നോർമൽ ഒരു ഇത് വിട്ട് നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ കൂടുതൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചിലപ്പോൾ ഒരു വൈറ്റമിൻ B12 കുറവ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. അതുപോലെ ക്ഷീണം, കിതപ്പ്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതും ഈ B12 അഭാവം മൂലമാണ്. അതുപോലെ പേശികൾക്ക് ബലക്കുറവ് നമുക്ക് അനുഭവപ്പെടുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് നമ്മളൊരു കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അത് മറന്നു പോകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടാവും. ഈ ഇതൊക്കെ നമ്മുടെ ഈ B12 കുറവ് മൂലം ഉണ്ടാവുന്നതാണ്. അതുപോലെ ഹൃദയത്തിന്റെ ഇടുപ്പ്, അത് ക്രമം തെറ്റിയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഹോർമോൺ സബ്സ്റ്റേജ് എന്നൊരു കണ്ടന്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടതാണ്. അപ്പൊ ഈ ഹോർമോൺ സബ്സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ടോക്സിൻസ് ആണ്. ഈ ടോക്സിൻസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത്. ഈ ഹോർമോൺ സബ്സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ട് ബ്ലഡ് സെല്ലുകളിലാണ് ഇത് അടിഞ്ഞു കൂടുണ്ടാവുക. ഇത് അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരും. കാരണം ഈ അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഈ ഇതാണ് ഹോർമോൺ സബ്സ്റ്റേജിന്റെ ഇത് കണ്ടന്റ് കൂടിയിട്ട് നമ്മുടെ ബ്ലഡ് സെല്ലുകളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് ഈ അറ്റാക്ക് പോലുള്ള ഇതുകൾ വരുന്നത്. എന്നാൽ ഈ B12 നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി നമ്മുടെ അടുത്തുള്ള ഏത് ലാബിൽ പോയാലും ഒരു പക്ഷെ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. കാരണം ഇത് വലിയ വലിയ ലാബുകളിൽ മാത്രമാണ് ഈ B12 ഇത് ടെസ്റ്റുകൾ നടത്തുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ശാരീരിക പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ
ഇത് B12 ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഹോർമോൺ സബ്സ്റ്റേജിന്റെ അളവ് കണ്ടന്റ് ബ്ലഡിൽ ഒരു 15% ഇത് കൂടുതലായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇനി ഈ B12 നമുക്ക് ലഭിക്കുന്നത് നമ്മൾ നോൺ വെജ് കഴിക്കുന്ന ആളുകൾക്കാണ് ഈ B12 നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. എന്നാൽ ഈ നോൺ വെജ് കഴിക്കാത്ത ആളുകൾക്ക് അപ്പൊ ഈ B12 എന്ന് പറഞ്ഞ ഒരു വൈറ്റമിൻ ലഭിക്കുന്നുണ്ടാവുമോ? ഇല്ല അല്ലെ, ലഭിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സബ്ലിംഗൽ സ്പ്രേ B12ന്റെ സബ്ലിംഗൽ സ്പ്രേ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഈ നോൺ വെജ് കഴിക്കാത്ത ആളുകൾക്ക് പോലും ആളുകൾക്ക് പോലും വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാനും ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ അവർക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നുണ്ടാവും. ഇനി നമ്മുടെ ഇത് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് ഉണ്ടാകുന്ന ഇത് B12ന്റെ സ്പ്രേ നമ്മൾ ഉപയോഗിക്കുന്ന മൂലം നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യത്തിന്, നമ്മുടെ ഞരമ്പിന്റെ ആരോഗ്യത്തിനൊക്കെ ഈ B12 നമുക്ക് ആവശ്യമാണ്. അതുപോലെ സെല്ലുലാർ എനർജി കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ റെഡ് ബ്ലഡ് സെൽസുകൾ ഉണ്ടാകാനായിട്ടും നമ്മുടെ ഈ B12 നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദഹന പ്രക്രിയ, അതായത് ദഹനം നമ്മുടെ കറക്റ്റ് ആയാൽ മാത്രമാണ് ഈ B12 എന്ന് പറയുന്ന ഇത് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ചിലരിൽ കണ്ടിട്ടുണ്ടാവും ഗ്യാസിന്റെ പ്രശ്നം മൂലം ഉണ്ടാവുന്നത് അല്ലെ. ഈ ഗ്യാസിന്റെ പ്രശ്നമുള്ളവർക്ക് B12ന്റെ പ്രശ്നം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അത് ഉപയോഗിക്കേണ്ടത് ദിവസത്തിൽ ഒരു തവണയാണ് നമ്മൾ ഈ ഒരു B12 വൈറ്റമിൻ B12 സ്പ്രേ നമ്മൾ ഉപയോഗിക്കേണ്ടത് ദിവസത്തിൽ ഒരു തവണ മാത്രമാണ് അത് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തായിട്ട് അവസാനം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മൾട്ടി വൈറ്റമിനെ കുറിച്ചാണ്. നമ്മുടെ ഈ വൈറ്റമിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ വൈറ്റമിൻസിന്റെ കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് അതായത് പേരിൽ തന്നെ അറിയാലേ. എല്ലാ വൈറ്റമിൻസിന്റെയും കോമ്പിനേഷൻ കൂടിയിട്ടുള്ളതാണ് ഈ മൾട്ടി വൈറ്റമിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കുറവ് നമ്മുടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ മൾട്ടി വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് മൂലം നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളതുണ്ട്. അപ്പൊ നമ്മളത് ആഹാരത്തിൽ കൂടി കിട്ടേണ്ട ഒരു ന്യൂട്രീഷൻസുകൾ ഉണ്ട് നമുക്ക് അല്ലെ. അപ്പൊ ഈ ന്യൂട്രീഷന്റെ കുറവ് പരിഹരിക്കാനായിട്ട് ഈ മൾട്ടി വൈറ്റമിൻ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് സാധിക്കുന്നുണ്ടാവും. അതുപോലെ നമ്മുടെ ബോഡിയുടെ ഓവറോൾ ഹെൽത്തിന്, നമ്മുടെ ശരീരത്തിന്റെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് മൾട്ടി വൈറ്റമിൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബോഡിയുടെ വളർച്ചയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ മൾട്ടി വൈറ്റമിൻ നമുക്ക് സഹായിക്കും. അതുപോലെ ഹൈ എനർജി കൂട്ടാനായിട്ട് നമുക്ക് ഈ മൾട്ടി വൈറ്റമിൻ നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസത്തിൽ 3 തവണ മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പ്രേ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഈ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യണം. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. അത് നമ്മളെ നേരിട്ട് നമ്മുടെ നാവിന്റെ അടിയിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇത് സ്പ്രേ ചെയ്താല് നമ്മളൊരു 15 മിനിറ്റിന് നമ്മൾ ആഹാരമോ അല്ലെങ്കിൽ മറ്റു വെള്ളമോ അങ്ങനെയുള്ള ഒന്നും നമ്മൾ കഴിക്കാനോ കുടിക്കാനോ പാടില്ല. കാരണം അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ ഈ ഒരു വൈറ്റമിൻ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ എത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്പ്രേ നമ്മൾ നാവിനടിയിൽ അടിച്ചു കൊടുത്താല് ഒരു 15 മിനിറ്റ് സമയത്തിന് നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ മറ്റു ആഹാര പദാർത്ഥങ്ങളോ നമ്മൾ കഴിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ഈ വൈറ്റമിൻസിന്റെ ഒക്കെ ഒരു വില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി വൈറ്റമിന്റെ വില നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനിയിൽ അത് MRP റേറ്റ് 625 രൂപയാണെങ്കിൽ അത് നമ്മൾക്ക് ലഭിക്കുന്നത്, അതായത് DP പ്രൈസ് നമുക്ക് ലഭിക്കുന്നത് 540 രൂപയ്ക്കാണ്. അപ്പൊ അതിന്റെ ഒരു PV എന്ന് പറയുന്നത് 18 PV എന്ന് പറയുന്നത്. അതുപോലെ വൈറ്റമിൻ D ആണെങ്കിൽ 560 രൂപയാണ് അതിന്റെ MRP റേറ്റ് എങ്കിൽ നമുക്കത് 480 രൂപയ്ക്കാണ് നമുക്കത് DP പ്രൈസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. ഒരു 16 PV നമുക്ക് അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ വൈറ്റമിൻ B12 B12ന് 625 രൂപയാണ് MRP റേറ്റ് എങ്കിൽ 540 രൂപയ്ക്കാണ് നമുക്കത് DP പ്രൈസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. അത് 18 PV ആണ് നമുക്ക് അതിൽ ലഭിക്കുന്നുണ്ടാവുക. അതുപോലെ വൈറ്റമിൻ C ആണെങ്കിൽ 560 ആണ് അതിന്റെ MRP റേറ്റ് എങ്കിൽ 480 രൂപയാണ് DP പ്രൈസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ 16 ആണ് അതിന്റെ PV എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും ഈ വൈറ്റമിൻ D ആണെങ്കിലും വൈറ്റമിൻ C ആണെങ്കിലും എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അത് നമുക്ക് ആ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇത്രയും അഭാവങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം സ്പ്രേകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഈ പറഞ്ഞ അസുഖങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീര പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അതിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് അതിനുവേണ്ടി നമുക്ക് ഭാഗ്യം ചെയ്തവരാണല്ലേ. നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കണക്ട് ആയപ്പോൾ നമുക്ക് കണക്ട് ആവുന്നതിന് മുമ്പ് നമുക്ക് പല ഡോക്ടേഴ്സ് ഇത് എഴുതാന്നുണ്ടെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടാവും.
എന്നാൽ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ വന്നപ്പോൾ നമ്മുടെ കമ്പനി നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമ്മുടെ ഈ ഒരു വെൽനസ് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാനും നമ്മൾ എന്താ പറയാ നമ്മൾ നല്ലൊരു ആരോഗ്യത്തോട് കൂടിയിട്ട് ഇനിയുള്ള കാലം നമുക്ക് ജീവിക്കാനുള്ള ഒരു അവസരം നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയോട് ലഭിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ, അവർക്ക് നിങ്ങൾ ഈ ഇത്തരം കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് അവർ പരിചയപ്പെടുത്തി കൊടുക്കുക. അവരും ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഒരു മാറ്റങ്ങൾ ഉണ്ടാവാൻ ഇതിലൂടെ സാധിക്കട്ടെ എന്ന് പറയുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇനിയും വരുന്ന നിങ്ങളുടെ അടുത്ത ഒരു ഇതിലിങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത പർച്ചേസിംഗിൽ ഇത്തരം പ്രൊഡക്റ്റുകൾ വാങ്ങാനും യൂസ് ചെയ്യാനും ശ്രമിക്കുക. നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും ഇതിലൂടെ പരിഹരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയൊരു താങ്ക്സ് പറയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തന്നതിന്. അപ്പോൾ താങ്ക് യു ഓൾ. വിഷ് യു വെൽ. താങ്ക് യു സാജിദ, വളരെ മനോഹരമായിട്ട് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം, സാജിദ ചെയ്ത സെഷന്റെ അഭിപ്രായം നിങ്ങൾക്ക് തന്നെ ചാറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. കാരണം വളരെ ചുരുങ്ങിയ കാലമായിട്ട് വെസ്റ്റേജിൽ വന്ന ഒരു ഫാമിലിയാണ്. ഇത്രത്തോളം ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ആയി എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. മിനിഞ്ഞാന്നാണ് എന്നോട് പറഞ്ഞ സെഷൻ ഞാൻ ചെയ്യാമെന്നുള്ളത്, ചൊവ്വാഴ്ചത്തെ സെഷൻ ഞാൻ ചെയ്തോളാം എന്നുള്ളത്. ഒരു 1.5 ദിവസമായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കാനും അത് പ്രസന്റേഷൻ ചെയ്യാനുള്ള ആ ഒരു ധൈര്യം കാണിച്ചിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. അതെ, നമുക്ക് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത്രയും ഭംഗിയായിട്ടും അത് വ്യക്തമായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. വലിയൊരു നല്ലൊരു ഫ്യൂച്ചർ ബിസിനസ്സിൽ അവർക്കുണ്ട്, സജിത മേഡത്തിനുണ്ട്. വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും, ഒരു കാര്യത്തിനും പോലും നോ പറയത്തില്ല. ഒരു 5 മിനിറ്റ് മുന്നേ ചെയ്യാവെന്ന് വെച്ചാൽ ഓക്കെ പറയും, നോ എന്റെ വാക്ക് പറയത്തില്ല. അതാണ് അവരുടെ ഒരു പ്രത്യേകത. വലിയൊരു ഫ്യൂച്ചർ വെസ്റ്റീജിൽ അവർക്ക് ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും അഭിപ്രായം ചാറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ഒരു CP സെഷൻ നമ്മൾ ചെയ്യുന്നത് തന്നെ ഇതുപോലുള്ള പല നിങ്ങൾക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ്. ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. ഞങ്ങൾക്ക് പഠിച്ച് വളരാനുള്ള ഒരു വേദിയാണ്. അതിന് നിങ്ങൾ എല്ലാവരും ഇതുപോലുള്ള സെഷൻ ചെയ്യാനുള്ള പ്രാക്ടീസ് ചെയ്യുക. കുറച്ചെങ്കിലും 10 മിനിറ്റുള്ള സെഷൻ ആയാലും 15 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. അത് വളരെ ഭംഗിയായി ചെയ്യാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് നമ്മൾ സാധ്യത ചെയ്ത ആ ഒരു ഇനീഷ്യൽ നിങ്ങൾക്കറിയാം. ഇന്നലെ രാത്രി പ്രൊഡക്റ്റ് സെഷൻ ചെയ്യുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് മുന്നെയാണ് എനിക്ക് ഇന്നലെ സാധ്യത MC ആയിട്ട് വന്നത്. അതുവരെ ഞാൻ ഒരുപാട് ആൾക്കാരെ, കേരളത്തിൽ ഒരുപാട് ലീഡേഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു MC ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ എല്ലാവരും ബിസി ആയിരുന്നു പല സ്ഥലത്തേക്കും. പക്ഷെ ഇന്നലെ അതും ആ ഒരു 5 മിനിറ്റ് മുന്നേ ചാടിക്കയറി MC ചെയ്തിട്ടുണ്ട്, അതും ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അവസരം കിട്ടുന്ന സമയത്ത് അവിടെ നോ പറയാതെ, എന്നെ കൊണ്ട് പറ്റുമെന്ന് പറയാതെ, നിങ്ങൾക്ക് പറ്റുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവുക. അല്ല, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഉറപ്പുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളുടെ ലീഡർമാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു അറിയപ്പെടുന്ന വ്യക്തിയായി മാറാൻ സാധിക്കുന്നുണ്ട്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്കൊരു അവസരം കിട്ടാനാണ് ഇപ്പം ബുദ്ധിമുട്ട്. നമുക്ക് സിനിമ നടനാവാൻ പറ്റാതെ എന്തുകൊണ്ടാണ്? അവസരം കിട്ടാനുള്ളത് ആഗ്രഹമില്ല എല്ലാവർക്കും. നമുക്കൊരു വേദി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പെർഫോം ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, എനിവേ വളരെ താങ്ക്സ്. വെച്ചാൽ എല്ലാം കൊണ്ടും ഒരു ചെറിയ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്നലത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ 700 പേരോളം കേട്ട പ്രോഗ്രാമാണ്. ഏകദേശം 352 ആൾക്കാർ യൂട്യൂബിൽ കണ്ട പ്രോഗ്രാമാണ്. അതിൽ മാസ്റ്റർ ഓഫ് സെറോണിയയിൽ നിന്ന ആളാണ് സജിത. നിങ്ങൾക്കുണ്ടാവില്ല അങ്ങനെ ആഗ്രഹങ്ങൾ അല്ലേ? ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള CP എന്നെ കൊണ്ട് റെക്കോർഡ് പ്ലേ ചെയ്യിപ്പിക്കാതെ നിങ്ങളുടേതായ സെഷനാക്കി മാറ്റണം. ഓരോ ദിവസവും നമ്മളുടെ ഓരോ സെഷൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിന്റെ റെക്കോർഡ് വീഡിയോ ഞാൻ അയച്ചാലും, പഠിക്കാനോ പ്രാക്ടീസ് ചെയ്യാനോ താല്പര്യമുണ്ട് അയച്ചാൽ, എന്നിട്ടൊരു അങ്ങോട്ടുള്ള ഓരോ സെഷനും നമുക്ക് എല്ലാവർക്കും ചെയ്യാം. കാരണം നമ്മുടെ ടീം അറിയപ്പെടുന്നത് തന്നെ എല്ലാത്തിനും പറ്റിയ ടീമാണ്. എന്തിനു വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാണ്. അങ്ങനത്തെ ഒരു ടീമാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഈ ഒരു വൈറ്റമിൻ D സബ്ലിംഗൽ സ്പ്രേ നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നിങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ടാവോ എന്ന് വിശ്വസിക്കണം. ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞ് ടൈപ്പ് യെസും ടൈപ്പ് ചെയ്യട്ടോ. ഉപയോഗിക്കുന്ന ആൾക്കാർ, ഈ വൈറ്റമിൻ ഡിയുടെ സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അതിൽ മൾട്ടി വിറ്റാമിൻ ലാസ്റ്റ് പറഞ്ഞ ആ സ്പ്രേ ആണ് നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു സാധനമാണ്. അത് എപ്പോൾ നോക്കിയാലും കിട്ടൂല സാധനം, മൾട്ടി വിറ്റാമിൻ. ബാക്കി എല്ലാ സാധനവും അവൈലബിലിറ്റി ആണ്. അതെല്ലാവരും യൂസ് ചെയ്യുക. യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇനി അത് യൂസ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ചലഞ്ചസ് വരുന്നത് ഈ മൾട്ടി വിറ്റാമിൻസ്, വൈറ്റമിൻ B12, വൈറ്റമിൻ ഡിയുടെ ഒക്കെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ. അത് യൂസ് ചെയ്യണം. പെട്ടെന്നുള്ള റിസൾട്ടാണ്.
ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ആക്കി അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്കൊരു 10 മിനിറ്റ് സമയമുണ്ട്. ആരെങ്കിലും ഉണ്ടോ? വൈറ്റമിൻ ഡി സ്പ്രേ ഉപയോഗിച്ചിട്ട്, മൾട്ടി വിറ്റാമിൻ, B12 ഉപയോഗിച്ചിട്ടൊക്കെ, സി ഉപയോഗിച്ചൊക്കെ റിസൾട്ട് കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ആക്കി സംസാരിക്കാവോ? പെട്ടെന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് സമയമുണ്ട്. അത് നിങ്ങൾക്കൊരു അവസരമാണ്, ഒരു വേദി സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരം. ഒന്ന് പരിചയപ്പെടുത്തുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സബ്ലിംഗൽ സ്പ്രേ ആണ്, അതിൽ നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് കിട്ടിയെന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾ ആരും ഈ സാധനം കണ്ടിട്ടില്ലെന്ന് വിചാരിക്കേണ്ടി വരും. വിനോദ് സാർ ഉപയോഗിക്കുന്നത്, വിനോദ് സാർ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് എനിക്കറിയാം. വിനോദ് സാറല്ല, വേറെ ആരെങ്കിലും പുതിയ ആൾക്കാർ ഉപയോഗിക്കുന്ന കാര്യം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സബ്ലിംഗൽ സ്പ്രേ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആൾക്കാർ. ഞാൻ ഉപയോഗിക്കുന്നു കേട്ടോ, ഇവിടെ ഉണ്ട്. ഞാൻ പക്ഷെ പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. ശിവകുമാരൻ ചേട്ടാ പറയും. ഷായി സാറേ, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. വീഡിയോ ഇപ്പൊ ഇടാൻ പറ്റത്തില്ല, ഞാനൊരു എക്സസൈസ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഓക്കെ ഞാൻ ഓക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ B12ഉം വൈറ്റമിൻ ഡി ഉപയോഗിക്കുന്നുണ്ട്. കൊച്ചുങ്ങൾക്കും സ്പ്രേ ചെയ്യുന്നുണ്ട്. കൊച്ചുങ്ങൾക്ക് എപ്പോഴും ഇല്ല, റെഗുലർ ഇല്ല, വല്ലപ്പോഴും ഒരു ക്ഷീണമൊക്കെ തോന്നുന്ന സമയത്ത് 2 ദിവസം കൂടുമ്പോഴൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ലൊരു ഫ്രഷ്നെസ് തോന്നും. അപ്പോൾ നമുക്ക് ആ, നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു ചേട്ടാ. ഇനി വെൽക്കം ആരെങ്കിലും സർ. ഉപയോഗിച്ച ആളുണ്ടോ? വേറെ ആരെങ്കിലും? വേറെ ആരും വൈറ്റമിൻ ഡിയോ വൈറ്റമിൻ B12 വാങ്ങിച്ചില്ല? വാങ്ങിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇന്ന് തന്നെ ഓർഡർ ചെയ്താൽ മതി. അത് ഉപയോഗിക്കട്ടോ, അത് ഉപയോഗിക്കണം നിങ്ങളത്. മസ്റ്റായിട്ട് അത് ആവശ്യമുള്ളൂ നമുക്ക്. നമ്മളുടെ ഇന്ന് പല ഹെൽത്ത് പ്രോബ്ലംസും അതുകൊണ്ട് തന്നെയാണ്. ഒരു കാര്യം ചിന്തിക്കുക, ഇതെല്ലാം വന്നതിന് ശേഷം ചെയ്യുന്നില്ല കേട്ടോ. വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ കൊടുക്കുക. വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് കൊടുക്കണം കേട്ടോ. അത് യൂസ് ചെയ്യണം. B12ഉം സി കുട്ടികൾക്കെല്ലാം ആവശ്യമുള്ള കേട്ടോ. വൈറ്റമിൻ സി കുട്ടികൾക്ക് ആവശ്യമുള്ള. ആരെങ്കിലും വേറെ ആരും ഉണ്ടോ? ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി ആരും ഉണ്ടോ? മൈക്ക് വീഡിയോ ഒന്നും ഓണാക്കണ്ട, ജസ്റ്റ് സംസാരിച്ചാൽ മതി. പറയൂ. ഞാൻ വിറ്റാമിൻ D3 ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല ഇതായിരുന്നു. പിന്നെ ഈ സ്റ്റെപ്പ് ഒന്നും കയറാൻ പറ്റുന്നില്ലായിരുന്നു. പണ്ട് ഇങ്ങനെ കിതപ്പായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. നല്ല ഒരു ഇതാണ്. ഓക്കെ, വൈറ്റമിൻ ഡി അല്ലേ? ഓക്കെ, വേറെ ആരും ഉണ്ടോ? വൈറ്റമിൻ ഡി വൈറ്റമിൻ B12 ഒക്കെ ഉപയോഗിച്ച് റിസൾട്ട് ആരും ഉണ്ടോ? മുടി കൊഴിച്ചലിന് നല്ലതാട്ടോ. മുടി കൊഴിച്ചലിന് വൈറ്റമിൻ ഡി നല്ല റിസൾട്ടാണ്. ചില ആൾക്കാർ ഷാമ്പൂ, ഹെയർ ഓയിൽ ഉപയോഗിച്ച മുടി കൊഴിച്ചൽ നിൽക്കുന്നില്ല എങ്കിൽ ഹെയർ സ്കിന്നിലും വൈറ്റമിൻ ഡി ഉപയോഗിക്കും. ജാസ്മിൻ പറയും. ഞാനും ഉപയോഗിക്കുന്നുണ്ട് സാറേ, നല്ല കുറവുണ്ട്. പിന്നെ എനിക്ക് ഒട്ടും വയ്യാതിരിക്കുമായിരുന്നു, പക്ഷെ നല്ല മാറ്റമുണ്ട്, നല്ല റിസൾട്ടാണ്. വൈറ്റമിൻ ഡി ആണോ ഉപയോഗിക്കുന്നത്? അതെ, വൈറ്റമിൻ ഡി ഉണ്ട്, ഗ്ലൂക്കോസ്മിൻ, കാൽസ്യം, ഇതെല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്. ശരി ശരി. നല്ല റിസൾട്ട്. എനിക്ക് ഒട്ടും വയ്യാതിരിക്കുമായിരുന്നു, പിന്നാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. നല്ല മാറ്റമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പറയട്ടെ, കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ എണ്ണം കൂടും. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു 10 മിനിറ്റ് സമയമുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം കൂടും. വേഗം പറഞ്ഞോളൂ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങളൊന്നും ഇത് വാങ്ങിക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇനി കുഴപ്പമില്ല. വാങ്ങിക്കാതെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ പർച്ചേസിങ് കൺസിസ്റ്റൻസി തീരാറായി. 3 ദിവസം കൂടി ബാക്കിയുള്ളൂ. എല്ലാവരുടെയും പർച്ചേസിങ് 14-ാം തീയതിക്കുള്ളിൽ ചെയ്യാൻ നോക്കട്ടോ. 14-ാം തീയതിക്കുള്ളിൽ ചെയ്യാൻ നോക്കുക. കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ ശ്രമിക്കുക. ഏതെങ്കിലും കൺസിസ്റ്റൻസി 60, 100, 200, 300 ഏതെങ്കിലും കൺസിസ്റ്റൻസി ചെയ്യുക. അതിലൊക്കെ നമ്മുടെ ഉപയോഗിക്കാത്ത പ്രൊഡക്റ്റുകളൊക്കെ ഏഡാക്കുക. അതൊക്കെ ഉപയോഗിച്ച് തുടങ്ങട്ടോ. അസുഖം വന്നതിന് ശേഷം ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതാണ്. കാരണം അസുഖം വന്ന് ഡാമേജ് ആയ ശേഷം പിന്നെ അവന് ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വരും. പിന്നെ സപ്ലിമെന്റിൽ മാത്രം നിൽക്കത്തില്ല. ഇപ്പോഴാകുമ്പോൾ സപ്ലിമെന്റ് ഒതുങ്ങി പോയിക്കോളും. ഓക്കെ, വേറെ ആരും ഇല്ലേ? വിനോദ് സാറിന് എന്തെങ്കിലും വൈറ്റമിൻ ഡി സബ്ലിംഗ്, ഈ പറഞ്ഞ സബ്ലിംഗ് സ്പ്രേനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയണം? വിനോദ് സാർ പറഞ്ഞു. ഗുഡ് മോർണിംഗ് ടു ഓൾ. എന്തായാലും നല്ല രീതിയിൽ പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അതേപോലെ തന്നെ
വൈറ്റമിൻ സിയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റെ മക്കൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പ്രേ, സിംഗിൾ സ്പ്രേ. തുടർച്ചയായി എപ്പോൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന ഒരു രീതിയായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. എന്ന് തൊട്ടാണോ സബ്ലിംഗൽ സ്പ്രേയിൽ വൈറ്റമിൻ സി, അതുപോലെ തന്നെ ഗമ്മീസ്, തുളസി ഡ്രോപ്സ്, ആംല, ഈ 4 പ്രോഡക്റ്റ് എന്ന് തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അന്നോട്ട് അവര് ഹോസ്പിറ്റൽ പോലെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം പോകേണ്ട ആവശ്യം വരുന്നില്ല. ബൈ ചാൻസ് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം പോയിട്ടുണ്ടെങ്കിൽ പോലും ആ മെഡിസിൻ കഴിക്കാതെ തന്നെ ആംലയൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ അവർക്ക് ക്ലിയർ ആവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വൈറ്റമിൻ ഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു സപ്ലിമെന്റ് ആണ്. എല്ലാവരും യൂസ് ചെയ്യണം. സപ്ലിമെന്റിൽ ഡി ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപ്പിടാതെ കറി കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, അതുപോലെയാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് എന്ത് പോഷകങ്ങളും നമ്മൾ കഴിക്കുന്ന ഏത് ആഹാരത്തിലുള്ള പോഷകങ്ങളും നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് എത്തണമെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ എനിക്കിപ്പം ക്ഷീണം ഇതൊക്കെ കുറവുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വൈറ്റമിൻ ഡി കൊടുക്കുന്ന സമയത്ത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള എല്ലാ പ്രോട്ടീൻസും മിനറൽസും ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ സാധിക്കുന്നുണ്ട്. കാൽസ്യം എടുക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് വൈറ്റമിൻ ഡി യൂസ് ചെയ്യണം. കാരണം അബ്സോർബ് ചെയ്യണം, നമ്മുടെ ശരീരത്തിലേക്ക് കാൽസ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. B12 നമുക്കറിയാം. B12ന്റെ ഒരു ചെറിയൊരു എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം മഴക്കാലത്ത് നമ്മുടെ വീട്ടിനടുത്ത് ഒരു മരം പൊട്ടി വീണ സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നീക്കി മാറ്റുന്ന സമയത്ത്, കാരണം മഴത്ത് തന്നെ നനഞ്ഞിട്ടാണ്, രാവിലെ ഫ്രീ ആയിട്ട് പോയിരിക്കുകയാണ്, ഭക്ഷണമൊന്നും കഴിക്കാതെ പോയിരിക്കുകയാണ്. അപ്പൊ ഈ കാലിന്റെ പേരിലൊക്കെ നമ്മൾ ഇങ്ങനെ പോച്ചിപ്പിടുത്തെന്ന് പറയില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. വീട്ടിലെത്തി ജസ്റ്റ് സ്പ്രിംഗിൾ ഫ്രൈ B12 അടിച്ച സമയത്ത് തന്നെ ഒരു 10 മിനിറ്റ് എനിക്കത് ക്ലിയർ ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു, റിലീസ് ആവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് തരുന്നത്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇവിടെ ഡി എന്തായാലും നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യണം. എല്ലാവരും ഡി യൂസ് ചെയ്യുക. മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വൈറ്റമിൻ സി യൂസ് ചെയ്യുക, B12 യൂസ് ചെയ്യുക. മറ്റ് വൈറ്റമിൻസ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ അവർക്ക് എന്താണോ കുറവുള്ളത് ആ കുറവുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്താലും മതിയാവും. ഏറ്റവും നല്ല എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ വെസ്റ്റേജ് ഈ ഒരു രീതിയിൽ ഓരോ പ്രൊഡക്റ്റും ഇപ്പം അതൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് മെലാറ്റോണിൻ. ഇപ്പം രാത്രി മണിക്കൂർ മുന്നേ നമ്മൾ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം ഉണ്ടാവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള 6 സബ്ലിംഗൽ സ്പ്രേ നമുക്ക് ഓൾറെഡി നമ്മളെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പ്രവണത കുറക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വിഷുവൽ. ഓക്കെ, താങ്ക് യു വിനോദ് സാർ. വേറെ ആർക്കും ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നില്ല. ഉണ്ടോ? ആരെങ്കിലും ഉപയോഗിച്ച ആർക്കെങ്കിലും പറയാം. ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മളെ നാളെയും ഇതേപോലെ എന്തെങ്കിലും സെഷൻ നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടാവും, ലീഡേഴ്സ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇന്ന് നമുക്ക് ഏകദേശം 85ഓളം ആൾക്കാർ CP ഉണ്ടായിട്ടുണ്ട്. അത് നിലനിർത്തി പോകണം. 85 പേരും നാളെ ഉണ്ടാവണം. ഒരു 10 പേരെങ്കിലും നമുക്ക് നാളെ പുതിയതായിട്ട് ഇതുവരെ ഇന്ന് കയറാത്ത ആൾക്കാർ, നിങ്ങളുടെ ടീമിലെ ആൾക്കാർ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ വഴക്കൊന്നും പറയണ്ട, ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറയാം. നാളത്തെ CPയിൽ കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ കേട്ടോ. എന്നാൽ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്കൊരു 100 പേരെ ഈ ഒരു ആഴ്ച തന്നെ 100 പേരുള്ള CP ആക്കി മാറ്റണം. അതിന് എല്ലാവരും കൂടെ നിൽക്കണം. ഓക്കെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സാജിദ മാഡം, വളരെ വണ്ടർഫുൾ ആയിട്ട് ഇങ്ങനൊരു സെഷൻ ചെയ്തതിന്. ഇനി അടുത്തൊരു സെഷൻ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. എത്രയും പെട്ടെന്ന് റെഡിയാവുക, എല്ലാവരും റെഡിയാവുക ഇതുപോലെ സെഷൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, വിഷ് യു വെൽ.